ഇനി നമുക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പാകത്തിന് നല്ല അടിപൊളി ഒരു കടലക്കറി ഉണ്ടാക്കിയെടുത്താലോ. ഇതിനായിട്ടൊരു കുക്കറിലേക്ക് കുതിർത്തി വെച്ച കടല ഇട്ട് കൊടുത്ത് പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, സബോള, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിന് ശേഷം ഒന്ന് വിസിലടിച്ചെടുക്കാം. അടുത്തായിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ കറിവേപ്പിലും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിഞ്ഞു വെച്ച സബോളയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 2-3 സബോളയിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇങ്ങനെ റെഡിയാക്കി എടുത്ത ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കൂടി വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കടലക്കറി ഇവിടെ റെഡി. ഇതിന്റെ മുഴുവൻ വീഡിയോയ്ക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് കയറി നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക.